ഇതാ കണ്ടോ മണിമലയാറ്, ആറ്റുതീരത്തിൻ്റെ ഭംഗി. ഇനി അങ്ങോട്ട് നല്ല ഇനം അഞ്ചതനുള്ള ചെമ്പരത്തി, പഴയ മോഡൽ, പിന്നെ നന്ദ്യാർവട്ടം, മഞ്ഞ കോളാമ്പി, അങ്ങനെ ഒത്തിരി ഒത്തിരി പൂക്കളുണ്ട്. ആരോ പർപ്പസ്ഫുള്ളി മനസ്സിരുത്തി വളർത്തിയെടുക്കുന്നതാണ്. അത് ഈ പറമ്പിൻ്റെ ഉടമസ്ഥന് തന്നെ ആയിരിക്കുമല്ലോ. ഇവിടെ അടുത്തുള്ള ആളുകളോ അല്ലെങ്കിൽ ഇപ്പം റോഡിൻ്റെ തീരങ്ങളൊക്കെ സൗന്ദര്യവൽക്കരിക്കുമല്ലോ, അതിൻ്റെ ഭാഗമായിട്ടോ എന്തോ നല്ലവണ്ണം ചെമ്പരത്തി ഉണ്ട്. നല്ല ഭംഗിയാണ്. ചെമ്പരത്തി വളരെ ഭംഗിയുള്ള ചെടിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് കാണുമ്പോൾ. ഒന്നോ രണ്ടോ പൂവേ നമുക്കതറിയാൻ പറ്റില്ല. പണ്ടേ തന്നെയുള്ള അഞ്ചതനുള്ള ചെമ്പരത്തിയാണ്, പുതിയ ഇനമൊന്നുമല്ല. ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഇനം. നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് ഉണ്ടായിരുന്നല്ലോ ഇത്. ചെമ്പകം, പിന്നെ സുഗന്ധരാജൻ പൂക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ, പൂത്തിട്ടില്ല. സുഗന്ധരാജനാണ് പൂത്ത് വരുന്നേ ഉള്ളൂ. മന്ദാരമുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്. ആറ്റുതീരം ഒന്ന് സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട്. പൂത്തുലഞ്ഞു നിൽക്കുന്ന നന്ദ്യാർവട്ടം. രാത്രിക്ക് ഇത് വിടരുമ്പോൾ അതിഭയങ്കര മണമാണ്. ഇത് നിറച്ചും മുട്ടിട്ടതേ ഉള്ളൂ, ഇന്നോ നാളെയോ പൂക്കും. ഇവിടെയൊക്കെ പണ്ട് ആകാശം ഉണ്ടായിരുന്നതായിരിക്കണം ഈ തീരത്തൊക്കെ. കാരണം കറിവേപ്പിലയുണ്ട്, താഴത്തെങ്ങുണ്ട്. കപ്പളമുണ്ട്. മഞ്ഞക്കോളാമ്പിയുണ്ട്. ഒരാൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താ ഫോളോ ചെയ്യുന്നത്? നല്ല ചെന്തങ്ങ്. കൊച്ചു കൊച്ചു വീടുകളിലായിട്ട് ഇവിടെ ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം. ഇതിലേറ്റവും എന്നെ ആകർഷിച്ചത് ചെമ്പരത്തിയുടെ ഭംഗി തന്നെയാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതായിരുന്നു പണ്ടേ.
ഇത് ആറ്റുതീരമല്ല കേട്ടോ, ഇത് വേറൊരു സ്ഥലമാണ്. ആ മഞ്ഞപ്പൂക്കളുടെ ഭംഗി കൊണ്ട് അതുകൂടി ഇങ്ങോട്ട് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ആക്ച്വലി ഇത് എൻ്റെ തന്നെ ചെടിയാണേ. ഇതിൻ്റെ പൂവിന് ഭയങ്കര മണമൊന്നുമില്ല, മണമില്ലാത്ത പൂവാണ്, പക്ഷേ ഭയങ്കര ഭംഗിയാണ്. പേരറിയാമായിരുന്നു, മറന്നുപോയി. ഒരു മഞ്ഞ ഇൻഫ്ലോറസൻസ് ഉണ്ടാകുന്ന നല്ല ബലമുള്ള വള്ളിച്ചെടിയാണ്, പേര് മറന്നുപോയി. ഞാൻ ഈ ചെടിയുടെ ബൊട്ടാണിക്കൽ നെയിമും വെർണക്കുലർ നെയിമും കിട്ടുന്ന മുറയ്ക്ക് ഇതിൻ്റെ കൂടെ ചേർത്തേക്കാം. കിട്ടുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നന്ദ്യാർവട്ടവും സുഗന്ധരാജനും ഒക്കെ ഹൈലി സെൻറ്റഡ് ആണെന്നറിയാലോ. ഓക്കെ ദെൻ ബൈ, താങ്ക് യു. പ്ലീസ് സപ്പോർട്ട് മീ.